ഹായ്, ഷാഫിയാണ് ഫ്രം ദിൽസെ 90.8 FM. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ ഇതുപോലുള്ള ചില വെറൈറ്റി ഡബ്ബിംഗ് വിശേഷങ്ങളാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് നടൻ ശ്രീനിവാസൻ ശബ്ദം കൊടുത്താൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള മേളയിലെ മമ്മൂക്കയ്ക്ക് ശബ്ദം കൊടുത്തത് സാക്ഷാൽ ശ്രീനിവാസനാണ്. അതുപോലെ ചിയാൻ വിക്രം ഫേമസ് ആയിട്ടുള്ള പണ്ടത്തെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. മലയാളത്തിലെ നടൻ വിനീത്, അതുപോലെ പ്രഭുദേവ, അബ്ബാസ് ഇവർക്കൊക്കെ ആദ്യകാല സിനിമകളിൽ അദ്ദേഹം ശബ്ദം കൊടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, തല അജിത്തിന്റെ ആദ്യ സിനിമയായിട്ടുള്ള അമരാവതിയിൽ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തതും വിക്രമാണ്. വിനീത് ശ്രീനിവാസൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ നായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നതിന് മുമ്പേ തന്നെ സ്കന്ദ അശോക് എന്ന് പറയുന്ന നടന് റോഷനാൻഡൂസ് ചിത്രം നോട്ട്ബുക്കിലും പോസിറ്റീവ് എന്ന് പറയുന്ന സിനിമയിലും ശബ്ദം കൊടുത്തത് വിനീത് ശ്രീനിവാസനാണ്. 92 റിലീസായ കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്ന പ്രിയദർശൻ സിനിമയിൽ പ്രേം നസീറിന് ശബ്ദം കൊടുത്തത് നമ്മുടെ നടൻ ഷമ്മി തിലകനാണ്. അറിയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫ, അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം തമിഴ് ചിത്രങ്ങളായിട്ടുള്ള മദിരാശിപ്പട്ടണം, യന്തിരൻ പോലുള്ള സിനിമകളിൽ കൊച്ചിൻ ഹനീഫയ്ക്ക് ശബ്ദം കൊടുത്തത് കോട്ടയം നസീറാണ്. ഇനി ഷാഹിദ് കപൂർ നായകനായിട്ടുള്ള പഞ്ചാബ് ഹൗസിന്റെ ഹിന്ദി റീമേക്ക് ചുപ് ചുപ് കെ എന്ന് പറയുന്ന സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഊമയായിട്ടുള്ള സീൻസുകളും സീക്വൻസുകളിലും ഷാഹിദ് കപൂറിന് വേണ്ടി ഡബ് ചെയ്ത് മലയാളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപാണ്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ചില ഡബ്ബിംഗ് വിശേഷങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. 90.8 ദിൽസെ FM